കഴിഞ്ഞ ദിവസം നിവിൻ പോളി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിവിൻ പോളിക്കെതിരെ വന്ന ഈ പീഡന ആരോപണം ഫേക്ക് ആവാനാണ് ചാൻസ് മോസ്റ്റ് പ്രോബബ്ലി. പിന്നെ FIR കേസ് കാര്യങ്ങൾ കോടതി പോലീസ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വന്നിരുന്നിട്ട് ഇത് പക്കാ ഫേക്കാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും നമുക്ക് പക്കാ ഫേക്കാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് തലയിൽ ആൾതാമസമുള്ളവർക്കൊക്കെ മനസ്സിലാവും ഈ ഒരു കേസിൻ്റെ അവസ്ഥ എങ്ങനെയാ എന്താന്നുള്ളത്. ബാക്കി നമ്മൾ കണ്ട കേസുകളെ പോലെയല്ല. ഓക്കെ, ഇതിലൊരു ക്ലാരിറ്റി ഇല്ല. ആൻഡ് ഈ ആരോപണം ഉന്നയിച്ച ആ ലേഡിയുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്കിലല്ല, വട്ടപൂജ്യത്തിലാണ് പോയി നിൽക്കുന്നത്. ഓക്കെ, എന്താണെങ്കിലും ഇന്ന് ഇപ്പോൾ വന്നൊരു അപ്ഡേറ്റ് ആണ്. പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ എൻ്റെ കൂടെ തെളിവുണ്ട് പിന്തുണയുമായി വിനീത് ശ്രീനിവാസൻ. അപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ സെറ്റിലാണ് നിവിൻ പോളി പീഡനം നടന്നു എന്ന് ആ ലേഡി പറഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ആ ലേഡി പറഞ്ഞ ഡേറ്റുകൾ ഡിസംബറിലെ 13, 14, 15, 16 തീയതികളാണ്. ഈ തീയതികളിൽ നിവിൻ പോളി ഓൾറെഡി ഈ പറഞ്ഞ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ്. ആ സീനൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോ, അതിനൊക്കെ ഒരു ലിങ്ക് ഇടുന്നതിനകത്ത്. അപ്പോൾ ഈ ലേഡി ആരോപണം പറഞ്ഞ ദിവസം വിനീത് ശ്രീനിവാസൻ്റെ സെറ്റിലാണ് നമ്മുടെ നിവിൻ പോളി ഉള്ളത്. ഈ ആ സീന് ഞാൻ ഇനി പ്ലേ ചെയ്യണോ? വേണമെന്നുണ്ടെങ്കിൽ ഒരു മാസിന് പ്ലേ ചെയ്യല്ലേ, ചുമ്മാ ഇരുന്നോട്ട്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാർട്ടികളെ, ബോഡി ഷേമിംഗ് ചെയ്യുന്ന പാർട്ടികളെ. ഇത് കറക്റ്റ് സാധനമാണ് ഇപ്പോൾ. കാരണം ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യാം. ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വീഡിയോസൊക്കെ അന്ന് ഔട്ടായിരുന്നു. ഒരു ഹോട്ടൽ റൂമിൻ്റെ അകത്തുനിന്നാണ് ഈ ഒരു സീന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇഫ് ഐ എം നോട്ട് റോങ് ക്രൗൺ പ്ലാസയാണ്. ഈ ക്രൗൺ പ്ലാസയ്ക്കൊക്കെ ഇതിനകത്തൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതായത് ഈ കേസിൽ നിവിൻ പോളിക്ക് എതിരെ വന്ന ആരോപണം പൊളിയുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ. ഫസ്റ്റ് തന്നെ ഞാനിവിടെ വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ വെക്കാം. ആ ഡേറ്റിൽ അന്നേ ദിവസം വിനീത് ശ്രീനിവാസൻ ഇവരുടെ സെറ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഡീറ്റെയിൽസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. അതെ, ഡിസംബർ 14 രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോളില്ലേ, ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. ഒരു 8 മണി, ഞങ്ങളൊരു 7-7:15 ആയപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് 8 മണിയോട് കൂടിയിട്ട് നിവിൻ വന്ന് 8:30 ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് നിവിൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ, ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കേടും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷനൊക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2:30-3 മണി വരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട്, കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ക്രൗൺ പ്ലാസയിലേക്ക് സെയിം ഡേ. കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത്. അപ്പൊ എനിക്ക് 4 ദിവസമേ നിവിന്റെ ഉണ്ടായിരുന്നുള്ളൂ. ആ 4 ദിവസം കൊണ്ട് നോക്കേണ്ടതാണ്. അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്ട്രേറ്റ് കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ. അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള. കാരണം നിവിന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത്, ഞാൻ തന്നെ സംസാരിച്ചത്. ഡിസംബർ 1, 2, 3 ഒക്കെ നിവിൻ മൂന്നാർ നമ്മുടെ കൂടെ ഷൂട്ടിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 14 ജോയിൻ ചെയ്തത്. 14, 15, 16 ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 14 തൊട്ട് 15 വെളുക്കുന്ന വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. 15 രാവിലെ എനിക്ക് 15 വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും. എൻ്റെ ഒരു ഓർമ്മ ഒരു 2:30 മണി 2:45 വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും നിവിനും ഭഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത്. അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു 3-3:15 ആയിട്ടുണ്ടോ ക്രൗൺ പ്ലാസയിൽ നിന്ന് പോകുമ്പോ. അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമ എന്ന് പറഞ്ഞ അവന്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യാണെന്ന്
പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. ഇവിടെ വിനീത് ശ്രീനിവാസൻ ക്ലിയർ ആയിട്ട് ഡേറ്റ് അടക്കം സമയമടക്കം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വിത്ത് എവിഡൻസ്, ഞാനിവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് വയ്ക്കാം, അവരെടുത്ത ഫോട്ടോയിൽ 14-ാം തീയതി എന്ന് പറഞ്ഞത് രജിസ്റ്റർ ആയി കിടക്കുന്നുണ്ട്. അതായത് നമ്മൾ ഫോണിലൊക്കെ ആണെങ്കിലും ഫോട്ടോ, ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷനും ഡേറ്റൊക്കെ കിട്ടും. അത് കൃത്യമായിട്ട് 14-ാം തീയതി കാണിക്കുന്നുണ്ട്. ഈ ലേഡി റിപ്പോർട്ടർ ടി വിയിൽ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അരുൺ ചോദിച്ച സമയത്ത് ഏത് ഡേറ്റിനാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് എന്ന് ചോദിച്ച സമയത്ത് അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ആദ്യം. ഓക്കെ, ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ അവരത് പറഞ്ഞ് ആ ഫ്ലോയിൽ വന്നപ്പോഴാണ് അവർക്ക് ആ ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ പറയാൻ തുടങ്ങി. അവർ ഡേറ്റും കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിനകത്തൊരു മിസ്റ്റേക്ക് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ഒരു ഇൻസിഡൻറ്റ്, ഒരു ലേഡിക്ക് അവരുടെ ഏറ്റവും മോശപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ഡേറ്റും സമയവും അവർ ജീവിതകാലം മൊത്തം മറക്കില്ല. അവർ ഏത് സമയത്തും അത് അവരുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. അതാണ് ഒരു കൈൻഡ് ഓഫ് ട്രോമയാണത്. പക്ഷെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഓർമ്മയില്ല. ഇവർക്ക് രണ്ടാമത് പാസ്പോർട്ട് നോക്കേണ്ട ഒരു അവസ്ഥ. കേസ് കൊടുക്കാൻ പോയ ഉടനെ അവർ റീചെക്ക് ചെയ്യാൻ പോലീസുകാർ പറഞ്ഞിട്ടാണ് അവർ ചെയ്തതെന്ന് പറയുന്നത്. എന്താണെങ്കിലും ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട് റിപ്പോർട്ടർ ചാനലിൽ. അപ്പൊ ഡിസംബർ മാസം തന്നെ താങ്കൾ തിരിച്ചു പോന്നോ ദുബായിൽ നിന്ന്? ഡിസംബർ 17 ഞാൻ നാട്ടിലേക്ക് പോന്നു. അപ്പൊ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ 17 ചേർന്ന ദിവസങ്ങളിലാണോ? 17 ചേർന്ന ദിവസങ്ങളിലാണ്. തീയതികൾ ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? 14, 15, 16 അങ്ങനെ ഉള്ള ദിവസം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിന്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ഫോം ഉണ്ടായത്. ഈ 3 ദിവസം 14, 15, 16 അല്ലെങ്കിൽ 13, 14, 15 ഈ ദിവസങ്ങളിലാണ് താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ച് കയറി പീഡിപ്പിച്ചത്. നിവിൻ പോളി 2 ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. ഓക്കെ, ലേഡി പറഞ്ഞ ഡേറ്റ്സ് വളരെ ക്ലിയർ ആണല്ലോ. അവർ റീചെക്ക് ചെയ്തിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവർ. ആൻഡ് ഒരു കാര്യമുണ്ട് ഇതിനകത്ത്, ഇതിന് മുമ്പ് ഇതേ ഇൻ്റർവ്യൂവിൽ കുറച്ച് മുമ്പ് ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിവിൻ പോളി ആദ്യത്തെ 2 ദിവസം ഈ റൂമിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് തുടങ്ങുന്നത് നിങ്ങൾ 13, 14 നിങ്ങൾ വെച്ചോ. 13, 14 നിവിൻ പോളി ഇല്ല. 15, 16, 17 എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത്ര പെട്ടെന്ന് ഇത് ഹ്യൂമൻ ജെറ്റാ? ഇവിടുന്ന് അവിടെ താൻ കുമ്പിടിയാ? എനിക്കറിയാൻ പാടില്ല. ഇവർ പറഞ്ഞ ഡേറ്റ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിവിൻ പോളി ലൈക്ക് ഇതെന്താ പറയുക, ഇത് കറക്റ്റ്, ഇത് ഞാൻ പറഞ്ഞല്ലോ ഒന്നുമില്ല. പോലീസിന് കൃത്യമായിട്ട് ഇവരുടെയൊക്കെ പാസ്പോർട്ട് ചെക്ക് ചെയ്ത് സപ്പോസ് ഇവർ പറയുകയാണ് 13, 14, 15, 16, 17 ഈ തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി 14-ാം തീയതി ഷൂട്ട് കഴിച്ച് 15-ാം തീയതി രാവിലെ പുലർച്ചെ നിവിൻ പോളി പോയി എന്ന് ആര് പറയുന്നുണ്ട്? വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. അടുത്തൊരു വെബ് സീരീസിൻ്റെ സെറ്റിലേക്കാണ് പോയ ആ സെറ്റിലുള്ള അവിടുത്തെ ഡയറക്ടറും സ്ഥിരീകരിക്കുന്നുണ്ട് 15-ാം തീയതി അവിടെ ഉണ്ടത്. പിന്നെ 16-ാം തീയതി 17-ാം തീയതി ഇങ്ങനെ പറന്നിറങ്ങി അവിടെ പോയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോരൂ? എന്ത് പോസിബിലിറ്റി ഇതിനുള്ളതെന്ന് മനസ്സിലുള്ള. എന്താണെങ്കിലും വാദങ്ങൾ പൊളിയുകയാണ് ഈ ലേഡി പറയുന്നത്. ഓക്കെ, ഇനി എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ സൈഡിൽ ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നത് ഈ പറഞ്ഞ ഹോട്ടലിലെ ഇൻവോയ്സാണ്. ഓക്കെ, ചെക്ക് ഇൻ ചെയ്ത ഇൻവോയ്സാണ് ഞാനിവിടെ എടുത്ത് വെച്ച് പ്ലേ ചെയ്യുന്നത്. അതിൽ മിസ്റ്റർ നിവിൻ പോളിയാണ് കാണിക്കുന്നത്. ആൻഡ് ചെക്ക് ഇൻ ഡേറ്റ് 14 ഡിസംബർ 2023 ആൻഡ് ഡിപ്പാർച്ചർ 15 ഡിസംബറാണ് ഡിപ്പാർച്ചർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ 15 ഡിസംബറും അതും കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16:30 16:30 മീൻസ് 4:30 അല്ലേ? 13, 14, 4:30ക്കാണ് ഡിപ്പാർച്ചർ കാണിക്കുന്നത്. അപ്പോൾ 16-ാം തീയതി പോലീസിന് സുഖം. 16-ാം തീയതി നിവിൻ പോളി ദുബായി പോയോ, 17-ാം തീയതി അവിടെ എത്തിയോ, എന്നിട്ട് ഇത് നടന്നു എന്നുള്ളതൊക്കെ നോക്കിയാൽ മതി. എന്തായാലും ആ ലേഡി പറയുന്നത് 13, 14, 15, 16, 17 17-ാം തീയതിയോട് കൂടിയിട്ട് ആ ലേഡി അവിടെ നിന്ന് പോയി എന്നാണ് ആ ലേഡിയുടെ വാദത്തിൽ ആ ലേഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആണെങ്കിലും വിനീത് ശ്രീനിവാസൻ പറഞ്ഞ ബാക്കി കാര്യങ്ങളിലും കൂടി നമുക്കൊന്ന് നോക്കാം. അത് എവിടെയായിരുന്നു ഷൂട്ടിങ് അങ്ങനെ പറഞ്ഞോ? കേരളം വിട്ടു പോകുന്നോ അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പുറത്താണെന്നോ എല്ലാം പറഞ്ഞിരുന്നോ? അബ്രോഡാണെന്ന് മറ്റോ? ഫാർമയുടെ ഷൂട്ട് കേരളത്തിൽ തന്നെയായിരുന്നു എൻ്റെ ഓർമ്മയിൽ. എനിക്ക് പക്ഷെ കറക്റ്റ് സ്ഥലം ഏതാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നാട്ടിൽ തന്നെ ആയിരുന്നു. 14th എന്തായാലും ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 15th വെളുക്കുന്ന വരെ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു. അപ്പൊ നിവിന്റെ പോർഷൻസ് എല്ലാം ഇപ്പൊ ക്രൗൺ പ്ലാസയില് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CCTV ഫുട്ടേജ് കിട്ടുമല്ലോ ഈസിലി അതില്. പിന്നെ നിവിന്റെ പേരിൽ നമ്മള് ക്രൗൺ പ്ലാസയിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും. ഇപ്പൊ ഐഫോണിലൊക്കെ നമ്മൾ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റും
ടൈം സ്റ്റോർ കൂടെ വെച്ചിട്ട് ആവുമല്ലോ. വരാം. ഓക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ 10-300 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് ഞങ്ങളുടെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ. ആ, അപ്പൊ ഇവരെല്ലാരും അവരെല്ലാം ഉള്ളൊരു വിറ്റ്നസ് ആണ്. ഷൂട്ടാണ്. അതെ അതെ, അതൊരു സംശയമില്ല. 14th to 15th ഏർലി മോർണിംഗ് വരെ ഞാൻ ഉണ്ടായിരുന്നു നിവിന്റെ കൂടെ. ആ. അതുകൊണ്ട് എനിക്കത് 100% പറയാൻ പറ്റും. ഈ ഒരു ഫേക്ക് അലിഗേഷൻ ആണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അല്ലേ? വിശ്വസിക്കുന്നൊന്നല്ല. ഈ 14-15 അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് 100% പറയാൻ പറ്റും. ഇതില് വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും. ക്രൗൺ പ്ലാസയുടെ CCTV ഒരു ഫുട്ടേജ് ക്രൗഡിൽ ഷൂട്ട് ചെയ്ത ദിവസങ്ങളാണ് ഇതൊക്കെ. അതെ, ക്രൗഡിൽ ഷൂട്ട് ചെയ്തതാണ്. ആ ക്രൗഡ്, അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട്, ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ ഉണ്ട്, പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജിൽ പാർവതി ആർ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവര് ആക്ടറും ആണ് ആങ്കറും ആണ്. അപ്പൊ ഇവരോട് ആരോട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇവരെല്ലാരും ഉണ്ടായിരുന്ന ഷൂട്ടാ. പിന്നെ അന്ന് എഴുതിയിട്ടുള്ള വൗച്ചേഴ്സ്, പ്രൂഫ് നിങ്ങൾക്ക് 100,000 പ്രൂഫ് കിട്ടും. ഈവൻ ന്യൂക്ലിയസ് മോളിൽ പോലും നിവിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേ ഫുൾ അവിടെ ഉണ്ടായിരുന്നാണല്ലേ? ഡേ ഫുൾ അവിടെ ഉണ്ടായിരുന്നു. ഡേ ഫുൾ അല്ല, അന്ന് ഒരു 3 മണി വരെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നോ? നമുക്ക് 15th ഏർലി മോർണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് 16-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ അന്ന് നിവിന്റെ പോർഷൻ 15-ാം തീയതി വെളുപ്പിന് കഴിഞ്ഞിരുന്നു. കാരണം ഞങ്ങൾ അത് അങ്ങനെ തീർക്കാൻ തന്നെ കാര്യം നിവിന്റെ ഫാർമയ്ക്ക് പോണെന്ന് പറഞ്ഞതുകൊണ്ടാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഈ വൈറലായ വീഡിയോ ആണോ അവിടെ ഷൂട്ട് ചെയ്തത്? അതെ, അതെല്ലാം ഷൂട്ട് ചെയ്ത ഒറ്റ ദിവസമാണ്. 14th രാവിലെ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷൻ, പിന്നെ സ്റ്റേജിലുള്ള പോർഷൻ, പിന്നെ ക്രൗൺ പ്ലാസയിൽ ഉള്ള നിവിന്റെ കംപ്ലീറ്റ് സീൻസ് എല്ലാം. ഈ ഇതിലും കൂടുതലൊരു ക്ലാരിറ്റി എന്തിനാണ്? കാരണം ഡിജിറ്റൽ എവിഡൻസ് ആണ് എല്ലാ കേസിൻ്റെയും പ്രൈം സാധനം എന്ന് പറയുന്നത്. 14, 15, 16 തീയതികളിൽ ഇയാൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട്, അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ ഒരു ദിവസം ഒരു മൈൽഡ് ചാൻസ് ഉള്ളത് 17-ാം തീയതിയാണ്. ആ ലേഡി പറയുന്നത് 17-ാം തീയതിയോട് കൂടിയിട്ട് ആ ലേഡീനെ കസിൻ വിളിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിവിൻ പോളി ഇവിടുന്ന് ഓടിപ്പോയി 17-ാം തീയതി അവിടെ ചെന്ന് പീഡനം കഴിഞ്ഞ് തിരിച്ചു പോന്നോ? ഈ ലേഡീൻ്റെ വേറൊരു വോയിസ് ഉണ്ട്, അതും കൂടി ഞാനിവിടെ വെക്കാം. ഓക്കെ, വോയിസ് അല്ല, അവർ ഇതിൽ പറഞ്ഞൊരു കാര്യം, അതായത് ഇവരെല്ലാവരും കൂടി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കൈൻഡ് ഓഫ് എന്തോ കൂട്ടം കൂടിയിരുന്ന് അടിക്കുമല്ലോ, വില്ലിങ് ആയിട്ട് നമ്മൾ സാധനം. ലൈക്ക് ഇപ്പോൾ കള്ളുടിയന്മാരൊക്കെ അങ്ങനെയാണല്ലോ, ഒരു കൂട്ടം കൂടി അടിക്കുമ്പോൾ വേണ്ടി ഇരുന്ന് ഫ്ലോയിൽ അടിക്കുമല്ലോ. പക്ഷെ ഇവരെ നാക്കിന്ന് ചാടിപ്പോയി. നമ്മളവരെ കാരണം അവരും അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും അടിച്ചിരിക്കുകയാണ്. അപ്പം അവർക്ക് എന്തോ വിശ്വാസം കാണും, അതെടുക്കാമെന്ന്. പക്ഷെ അത് പിന്നെ അവർ മാറ്റിയ സാധനം ഒന്നിങ്ങനെ വന്നിട്ടാണ് പോയത്. അതിൽ നിന്ന് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവരെന്തോ പ്ലാൻഡ് ആയിട്ട് അത് ചെയ്തതാണോ എന്നുള്ളതൊന്ന്. ആൻഡ് ഇന്നലെ ഇവർ ന്യൂസ് 18 കൊടുത്തിട്ടുണ്ടായിരുന്ന ഇൻ്റർവ്യൂവിൽ ഇവർ പറയുന്നുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു കേസുമായിട്ട് പോയത്. ഇതിന് മുമ്പ് കൊടുത്ത കേസ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ നിവിൻ പോളീൻ്റെ ഇതിൽ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിവിൻ പോളീനോട് പോലീസ് വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനത്തെ ഈ കേസിൽ ഞങ്ങൾക്ക് ഫേക്കാന്ന് തോന്നുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോ, FIR ഒന്നും ഇടണില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് പോലീസുകാരൻ പറഞ്ഞതായിട്ട് നിവിൻ പോളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്രസമ്മേളനത്തിൽ. അപ്പോൾ ഈ ലേഡി അത് ശരിവെക്കുന്ന രീതിയിൽ ഇന്ന് ന്യൂസ് 18 ബൈറ്റ് കൊടുത്തപ്പോൾ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഫസ്റ്റ് കേസ് കൊടുത്ത ടൈമിൽ പോലീസുകാർ അത് റിജക്റ്റ് ചെയ്തു. എന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇവർ രണ്ടാമത് കേസായിട്ട് പോയിട്ടുള്ളത്. ഓക്കെ, അതും അവർ പറയുന്നുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് പരാതി കൊടുത്തത് ജൂണിലായിരുന്നു. ഇതൊരു കള്ള പരാതി ആയിരുന്നെങ്കിൽ അന്നേ വന്ന് പുള്ളിക്ക് ഇതുപോലെ മാധ്യമങ്ങളെ കണ്ട് ഇതിനുള്ള ഇത് പറയാമായിരുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പരാതി കൊടുത്തപ്പോഴാണ് വീണ്ടും പുള്ളി ഇറങ്ങി വന്ന് ഇങ്ങനെ പറഞ്ഞത്. അതായത് ആദ്യം പരാതി നൽകിയത് ജൂണിലായിരുന്നു. ജൂണില് രണ്ടാമത്തെ പരാതി നൽകിയത് എപ്പോഴാണ്? എനിക്ക് ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് അതിന് യാതൊരു രണ്ടാമത്തെ പരാതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്പെഷ്യൽ ടീമിന് ഞാൻ പോയി കൊടുത്തത്. പറഞ്ഞുകൊള്ളൂ, ആദ്യത്തെ പരാതി നൽകിയപ്പോൾ എന്താണ് സംഭവിച്ചത്?
ആദ്യത്തെ പരാതി നൽകിയപ്പോൾ എന്നോട് ഞാൻ അത് ഹർഷിത മേഡത്തിന് മെയിൽ അയക്കുകയായിരുന്നു. അത് ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലോട്ട് ഫോർവേഡ് ചെയ്തു. പക്ഷേ ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് യാതൊരുവിധ നല്ലൊരു മുൻപോട്ടുള്ള നല്ലൊരു തീരുമാനമല്ല കിട്ടിയത്. അവർ പറഞ്ഞത് ദുബായിൽ നടന്നതായതുകൊണ്ട് തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇതിന് പ്രത്യേകിച്ചൊന്നും തരാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് നമ്മളോട് പറഞ്ഞത്. രണ്ടാമത്തെ പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് നൽകിയത്. അതെ, രണ്ടാമത്. അതെ, ഈ രണ്ടാമത്തെ പരാതി നൽകിയതിന് ശേഷം ഈ പ്രത്യേക സമിതിയിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള അന്വേഷണം നടന്നോ? ഇല്ല, ഞങ്ങൾ രണ്ടാമത്തെ പരാതി കൊടുത്തതിന് ശേഷം ഇന്നലെയാണ് നമുക്ക് ഇവിടുത്തെ ഊന്നുകൽ സ്റ്റേഷനിൽ FIR രജിസ്റ്റർഡ് ആയെന്നും പറഞ്ഞൊരു മെസ്സേജ് വന്നു. അപ്പോൾ ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പവനായി ശവമായി എന്ന് പറയേണ്ട ഒരു ഈ കേസ് കൊടുത്ത ഈ ഒരു ലേഡി. ഓക്കെ, ഞാൻ എന്താണെങ്കിലും കേസും കൂട്ടും FIRഉം സാധനങ്ങളൊക്കെ ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ എന്താ പറയുക ഫുള്ളായിട്ടുള്ള ഫോട്ടോ വീഡിയോ ഒന്നും വെച്ചൊരു വീഡിയോ ചെയ്യാത്തത്. ഇങ്ങനത്തെ പക്കാ ഫേക്കാണെങ്കിൽ ഇനിയിപ്പോൾ അവരുടെ മുഖവും അവരുടെ വീഡിയോ ഒക്കെ വെച്ച് ചെയ്താലും വലിയ വിഷയമൊന്നുമില്ല. അവരുണ്ട് കേസ് കൊടുക്കട്ടെ, അല്ലാതെ എന്ത് പറയാം. ഇമാതിരി ഉടായ്പൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയും. ഓൾറെഡി അവസ്ഥയാണ് ഇതൊക്കെ. കാരണം ലൈക്ക് ഒരു സിറ്റുവേഷൻ മുതലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട പരിപാടിയാണ്. ആ സിറ്റുവേഷൻ മുതലെടുക്കാൻ പാടില്ലല്ലോ. ആ സിറ്റുവേഷൻ മുതലെടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, അവർക്കെതിരെ കേസ് കൊടുക്കണം. നിവിൻ എന്താണ് ഇവർക്കെതിരെ കേസായിട്ട് പോയിട്ടുണ്ട്. ബാക്കി അപ്ഡേറ്റ്സ് കാണാം. എന്താണെങ്കിലും കറക്റ്റ് ടൈമിലാണ് ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വിനീത് ശ്രീനിവാസൻ എത്തിയത്. നെൻപണ്ട.